അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് കണ്ടാലോ? നാളെ, അതായത് ഓഗസ്റ്റ് 12, 2026 കർക്കിടക വാവാണേ. അപ്പൊ നമ്മുടെ നാട്ടിലൂടെ വാവട ഉണ്ടാക്കുന്ന പതിവുണ്ട്. അപ്പൊ അമ്മയും വിളിച്ചോണ്ട് ഞാൻ ഇലയൊക്കെ മുറിക്കാൻ പോയി. ഇവിടെ എന്തായാലും വാഴയിലേക്ക് ക്ഷാമമൊന്നുമില്ല. അങ്ങനെ ആവശ്യത്തിന് വേണ്ട വാഴയിലേക്ക് എടുത്തിട്ട് ഞങ്ങൾ ഇതേ പരിപാടി തുടങ്ങി. പോകുന്ന വഴിക്ക് ഇപ്പുറത്ത് തന്നെയാണ് ഞങ്ങളുടെ കുളം ഉള്ളത്. ആ കുളത്തിന്റെ കരയിൽ എപ്പോഴും ഈ ഒരു ആശാൻ കൂട്ടിന് കാണും. എന്താണെന്നറിയില്ല, എപ്പോഴും ഇങ്ങനെ കുളത്തിലോട്ട് നോക്കിയിരിക്കുന്നത് കാണാം. അപ്പൊ നമുക്ക് വാവട ഉണ്ടാക്കിയാലോ? ഞാനിവിടെ 1.5 കപ്പ് പച്ചരിപ്പൊടിയാണ് എടുക്കുന്നത്. ഈ പച്ചരിപ്പൊടി ഇല്ലെങ്കിൽ ഇടിയപ്പം പൊടി കിട്ടുമല്ലോ പാക്കറ്റില്, അതായാലും മതിയേ. അതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. മാവ് കുഴച്ചെടുക്കാൻ നമുക്ക് ചൂടുവെള്ളമാണ് വേണ്ടത്. സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ ചൂടുവെള്ളത്തിനകത്തോട്ട് പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം കുറച്ച് കുറച്ചായിട്ട് മാവിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇവിടെ എനിക്ക് ഏകദേശം 1 കപ്പ് ചൂടുവെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇടിയപ്പത്തിന്റെ മാവിനേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടും കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസിയാണ് അടയ്ക്ക് വേണ്ടത്. വെള്ളത്തിന്റെ ചൂട് കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാവേ. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുഴക്കുകയാണെങ്കിൽ മാവ് ഒരുപാട് കയ്യിൽ പറ്റി പിടിക്കില്ല. അല്ലെങ്കിൽ ഈ മാവ് ഫുള്ള് നമ്മുടെ കയ്യിലായി പോവും. നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കുഴച്ചെടുത്തിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് അപ്പോഴത്തേക്കും തേങ്ങാ മിക്സ് റെഡി ആയിട്ട് എടുക്കാം. ഒരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ തേങ്ങാ മിക്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാമേ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുള്ളവർ 2 or 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഏലക്ക പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ശർക്കരയാണ് എടുത്തത്. 1/4 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ വാഴയിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് വൃത്തിയായിട്ട് കഴുകണം കേട്ടോ. ചില പൊടികളും ഒക്കെ കാണും ഇതില്. അപ്പൊ വൃത്തിയായിട്ട് കഴുകിയ വാഴയിലയിലോട്ട് നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ച മാവിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് വെച്ചു കൊടുക്കാം. മാവ് ഇലയിൽ വെച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്തെടുക്കാം. പ്രസ് ചെയ്ത് വളരെ കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇലയുടെ ആ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. പണ്ട് തൊട്ടേ വീട്ടിൽ ഈ അട ഉണ്ടാക്കുമ്പം ഞാനായിരുന്നു ഈ പരത്തുന്ന ആള്. അന്ന് തൊട്ടേ എൻ്റെ ഫേവറേറ്റ് ഒരു പാർട്ടാണിത്. ഈ വാവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന്. പണ്ട് സ്ഥിരം എല്ലാ വാവിനും വീട്ടിൽ ഇതുണ്ടാക്കുമായിരുന്നു. ഇവിടെ ഞങ്ങളുടെ നാട്ടില് സാധാരണ കർക്കിടക വാവിന്റെ തലേന്ന് രാത്രിയിൽ, അതായത് തൊട്ട് മുന്നേ ഉള്ള ദിവസം രാത്രിയിലാണ് ഈ അട ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? ചില നാട്ടിലൊക്കെ കർക്കിടക വാവിന്റെ അന്ന് തന്നെയാണ് അട ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കർക്കിടക വാവിന് സ്കൂളിൽ അവധിയാണല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് ഉച്ചവരെ അല്ലെങ്കിൽ ഫുൾ ഡേ തന്നെ ട്യൂഷനും കാണും. അപ്പൊ എന്തായാലും ട്യൂഷന് പോകുമ്പോൾ തലേന്ന് രാത്രി ഉണ്ടാക്കിയ വാവട എല്ലാവരും കൊണ്ടുവരും. ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയായിരുന്നു ഉപയോഗിക്കാറുള്ളത്. പക്ഷെ അഞ്ജുന്റെ വീട്ടില് ശർക്കര വെച്ച വാവട കൊണ്ടുവരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ ആഹാരവുമായി ബന്ധപ്പെട്ട കസ്റ്റമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്തെല്ലാം ഓർമ്മകളാണല്ലേ. അപ്പൊ കഥയൊക്കെ പറഞ്ഞിരുന്ന് ഇലയിൽ മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ട് തന്നെയാണ് പരത്തിയെടുത്തത്. ഇനി നമുക്ക് മുമ്പേ തയ്യാറാക്കി വെച്ച ആ തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇലയിൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്നത് പോലെ പകുതിയായിട്ടോ വെച്ചു കൊടുക്കാം. മധുരമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ മുഴുവനായിട്ടും വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യാം, വേണമെങ്കിൽ ഒന്നുകൂടി ഫോൾഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടേ. അപ്പൊ ആദ്യത്തെ അട പരത്തി കഴിഞ്ഞു. ഇനി ബാക്കി കൂടി ചെയ്തു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ അളവൊക്കെ 5 അട ഉണ്ടാക്കാനുള്ളതാണേ. നിങ്ങൾക്ക് 10 അടയാണ് വേണ്ടതുണ്ടെങ്കിൽ 1.5 കപ്പ് പൊടി എടുത്തതിന് പകരം 3 കപ്പ് പൊടി എടുക്കുക. ബാക്കിയെല്ലാം തന്നെ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുകയും വേണം. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്ന് തോന്നിയാൽ കൈ ജസ്റ്റ് ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങോട്ട് തേച്ച് കൊടുത്താൽ മതി. ഇനി കൈ കൊണ്ട് പരത്താൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് കൊണ്ടൊരു വഴി ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ എനിക്ക് സ്പൂണിനെക്കാട്ടിലും കൈ കൊണ്ട് പരത്തുന്നത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. കാര്യം തിക്നെസ് ഒക്കെ കറക്റ്റായിട്ട് അന്നേരെ അറിയാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അടയെല്ലാം പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ആവി കയറ്റാൻ വെക്കാം. ഇഡ്ഡലിക്കുട്ടത്തിനകത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നേരെ മുകളിലായിട്ട് അടുക്കി വെക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും വെച്ച് കൊടുക്കണേ. ഇതിനിടയിൽ അമ്മ പണ്ട് വാഴത്തണ്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാവോ? അപ്പോൾ ഇനി അടച്ചു വെച്ചിട്ട് ഒരു 20-25 മിനിറ്റൊക്കെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് തുറന്നു നോക്കാം. നല്ല ആവി വരുന്നുണ്ട്. ആ ശർക്കരയുടെയും തേങ്ങയുടെയൊക്കെ മണം നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ടേ. ഈ മണമൊന്നും ഇനി സഹിച്ചിരിക്കാൻ വയ്യ. പെട്ടെന്ന് തന്നെ ഞാൻ ഇച്ചിരി എടുത്ത് കഴിച്ചു നോക്കിയേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.